ട്രിപ്പിൻ്റെ വീഡിയോ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ക്യാമറാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് സെറ്റപ്പ് ചെയ്യാൻ പോവുകയാണ്. സെറ്റപ്പ് ചെയ്ത് നമ്മൾ നല്ലൊരു അടിപൊളി റോഡ് ട്രിപ്പ് വീഡിയോ ചെയ്യാൻ പോകും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നമ്മുടെ Insta360ൻ്റെ ക്യാമറ ഉണ്ട്, അതൊന്ന് ഞാൻ എടുക്കട്ടെ. ഓക്കെ, ഇതാണ് നമ്മളെ Insta360ൻ്റെ ക്യാമറ. ഇത് നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുഞ്ഞി ക്യാമറയാണ്. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും മൗണ്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് മൗണ്ട് ചെയ്യാൻ പോകുന്നത് എൻ്റെ ക്യാപ്പിലാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ക്യാപ്പ് എടുക്കാം, ഇതിങ്ങനെ മൗണ്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ക്യാപ്പിലേക്ക് നമുക്ക് ഇങ്ങനെ മൗണ്ട് ചെയ്യാം. അപ്പോൾ ഇത് സെറ്റാണ്. ഇനി വേറെ 2 ക്യാമറയും കൂടിയുണ്ട്. ഒന്ന് നമ്മുടെ ഫ്രണ്ടിലാണ് വരിക ഒരു ക്യാമറ, പിന്നെ ഇതൊന്ന് നമ്മുടെ ക്യാപ്പിൽ. അപ്പോൾ ഫ്രണ്ടിലത്തെ ക്യാമറ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്കതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ സെറ്റാണ്. ക്യാമറ ഓൺ ക്യാപ്പ്. ഓക്കെ, ക്യാമറ ക്യാപ്പിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ വീഡിയോയും കൂടി നമുക്ക് ചെയ്യാം. ഫ്രണ്ടിലെ സെറ്റപ്പും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള ക്യാമറയാണ്. കാറിൻ്റെ ഫ്രണ്ടിലേക്കുള്ള ക്യാമറയാണ്. അപ്പോൾ കാറിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് നമ്മുടെ Insta360ൻ്റെ തന്നെ Ace Pro ആണ്. Ace Pro ആണ് നമ്മൾ ഫ്രണ്ടിലേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കാണുന്നുണ്ടല്ലോ, Insta360 Ace Pro ആണ്. ഇതാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ടിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മൗണ്ട് ഉണ്ട്, ചെറിയ മൗണ്ട്. ഇതാണ് നമ്മൾ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് ഫ്രണ്ടിൽ ബോഡിക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത് 2 സാധനമാണ് നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാം. ഓക്കെ, Ace Pro നമുക്കൊന്ന് ഫ്രണ്ടിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നാൽ പിന്നെ നമ്മുടെ ട്രിപ്പ് ഓണാണ്. ഓക്കെ, ആദ്യം നമ്മൾ മൗണ്ട് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇവിടെ ക്ലീൻ ഇല്ലെങ്കിൽ മൗണ്ട് പിടിച്ചിരിക്കില്ല. ഓക്കെ, ഇത് സെറ്റാണ്. നമ്മുടെ ക്യാമറയും കൂടി ഇതിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആംഗിൾ കിട്ടൂല, നല്ല ടൈറ്റാണ്. നമുക്ക് വേണ്ട ആംഗിളിൽ വെച്ച് നമുക്ക് ഇങ്ങനെ വെച്ചാൽ നമുക്ക് ക്ലീനായി നമ്മുടെ റോഡൊക്കെ കാണും. ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമുക്ക് വീഡിയോ ഓൺ ചെയ്യുക. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മൊബൈലിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ ഇവിടെ ബാക്കിൽ സ്ക്രീൻ ഉണ്ട്. അപ്പോൾ ഈ സ്ക്രീൻ കൊണ്ട് നമ്മൾ വണ്ടിയിലിരുന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാം, നമ്മുടെ ആംഗിളൊക്കെ ക്ലിയർ വരുന്നുണ്ടോ. അതുപോലെ തന്നെ നമുക്ക് മൊബൈലിലും ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഫ്രണ്ടിലത്തെ ക്യാമറ സെറ്റാണ്. അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം അല്ലേ. ക്യാമറ സെറ്റാണ്. ഓക്കെ, ക്യാപ്പിൻ്റെ ക്യാമറ സെറ്റാണ്. ഇനി നമുക്ക് ഓടിച്ചു നോക്കി ഒരു റൗണ്ടൊക്കെ പോയി സെറ്റായതിനു ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെ ക്യാമറയ്ക്ക് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ പണിയും കൂടിയുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരനെ പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അവനും വന്നാൽ നമുക്ക് റെഡിയാണ്. നമ്മുടെ ട്രിപ്പ് ഓണാണ്. ഓക്കെ, നമ്മളിപ്പോൾ അജ്മാനിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അവനെ ഒന്ന് കൂട്ടി നമുക്ക് അജ്മാനിലേക്ക് പോവാം. ഓക്കെ, ആളവിടെ ഉണ്ട്, ആൾ റെഡിയാണ്. അപ്പോൾ അവനെയും കൂടി എടുത്ത് നമുക്ക് പോവാം. ഓക്കെ, വലൈക്കും സലാം യാ ഹബീബി. നമ്മളിപ്പോൾ എവിടെയാണ് പോവാ? അജ്മാൻ. അയ്വാ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അജ്മാന് പോയി കുറച്ച് സിറ്റിയൊക്കെ അവിടെ കാണിച്ച് നമുക്കിതൊന്ന് നമ്മൾ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, റെഡിയല്ലേ? റെഡിയാ. എന്തുണ്ട്, ഭക്ഷണം കഴിച്ചോ? ഇല്ല, കഴിക്കണം ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഇവിടുത്തെ 2 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ റഷദിയയിലാണുള്ളത്. ഓക്കെ, നമ്മളിവിടുന്ന് റഷദിയിൽ നിന്ന് ഇറങ്ങി
റഷീദിയെന്ന് ഇറങ്ങി നമ്മൾ അജ്മാനിലേക്ക് നേരെ പോവാണ്. അജ്മാൻ എത്തിയാൽ അജ്മാനിൽ നിന്ന് കുറച്ച് സിറ്റിയൊക്കെ കണ്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട്, ഇത് വെറും റോഡ് ട്രിപ്പാണ് വെച്ചാൽ. ഓക്കെ, നമ്മൾ റോഡിലത്തെ വ്യൂസൊക്കെ ഒന്ന് പകർത്തി